ഇപ്പോൾ എവിടെ നോക്കിയാലും ആളുകൾ ക്രിപ്റ്റോ മൈനിങ് എന്നുള്ള പേരിൽ നമ്മുടെ ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. ഈ ഫോൺ ഇങ്ങനെ കുത്തി നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പൊട്ടുമല്ലാതെ ഇതിൽ കാര്യമുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലേ. നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിലവിൽ ഈ ഒരു കോയിൻ ഇപ്പോൾ ലിസ്റ്റ് ആവുന്നതല്ല. ഇത് നമുക്ക് ടെലിഗ്രാം മുഖാന്തരമാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ക്രിപ്റ്റോ മൈനിങ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ പോലും ടെലിഗ്രാം വെച്ച് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ഈ ക്രിപ്റ്റോസ് നമുക്ക് എങ്ങനെയാണ് INRലേക്ക് മാറ്റുക എന്നൊന്നും നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലായിട്ടില്ല. ഇതിൽ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോഴും നിലവിൽ എന്തല്ല ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴും പുറത്തല്ല. എങ്കിൽ പോലും ഇതിങ്ങനെ കുത്തി പോകുന്നതായിട്ട് നല്ലത്. ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഡെയിലി കോമ്പോലും അതേപോലെ തന്നെ ഡെയിലി റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോയിൻസ് കൂടുതലായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. കാരണം 60 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം ഒക്കത്തോളം ഇതിനകത്ത് കോയിൻസ് ഓൾറെഡി ഇവർ തന്നെ ഓരോ ഡെയിലി നടക്കുന്ന ഈ റിവാർഡ്സിലൂടെയും അതേപോലെ തന്നെ നടക്കുന്ന എല്ലാത്തിലൂടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം മനസ്സിലാക്കി എടുക്കേണ്ടത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ജൂലൈ മാസത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, നിലവിൽ ഇത് ലിസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ കോയിനൊക്കെ എത്രത്തോളം വരുന്നതെന്നുള്ള. പിന്നെ എല്ലാവരും മെയിൻ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇതിനകത്ത് നമ്മൾ അടിച്ചെടുക്കുന്ന ഇതിനകത്ത് കാണിക്കുന്ന കോയിനാണ് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത്. അത് വളരെ മണ്ടത്തരാണ്. ഇതിൽ കാണിക്കുന്ന ഈ ഒരു പോർഷൻ കാണിക്കുന്ന പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്ന എത്രത്തോളം അവറാണോ നമ്മുടെ ഈ ഒരു കോയിനിൽ ഉണ്ടാക്കിയതുള്ള ആ കോയിനായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ നൽകുന്ന എമൗണ്ട് ഉണ്ടാവുക. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ തുടർ വീഡിയോയിലൂടെ നമുക്ക് ഇടുന്നതായിരിക്കും. പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ സമയം കൊണ്ട് കളയാൻ വേണ്ടി നോക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇതൊരു മണിക്കൂർ കളിക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കുക, എത്ര സമയം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് ഒരു 1 hour ആക്കുണ്ടാവുക. ചിലപ്പോൾ ഈ 1 hour ചിലപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 രൂപയോ ചിലപ്പോൾ ഒരു 10 രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് നാണക്കേടായിപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. 10 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഒരു പോയ സമയം തിരിച്ചു കിട്ടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാവലിംഗ് ടൈമിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ യാത്രകളിലോ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത സമയത്ത് ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് വെറുതെ ചെയ്യരുത്. കാരണം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയാൽ പിന്നെ വേറെ ഉണ്ടാക്കിയെടുക്കാന്നിരിക്കുക. പക്ഷേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. എന്തായാലും ജൂലൈക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ എത്ര വരുന്നത്, എങ്ങനെയാണ് ഇതിനകത്ത് എമൗണ്ടൊക്കെ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, അപ്പോൾ തുടർന്ന് ഇതുപോലത്തെ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഈ ആൻസർ എന്ന് പറയുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കാം. നിരാശകളൊന്നും അല്ല, പക്ഷേ നമുക്ക് നോക്കാം എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.